കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് മലയോര മേഖലയിൽ താമസിച്ചു വരുന്ന ഒരു ചെറിയ സാധാരണ കുടുംബമാണ് ബെന്നിയുടേത്. ബെന്നിയും ഭാര്യയും 2 മക്കളും 4 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. മൂത്ത മകന്റെ പേര് ആൽബിൻ 22 വയസ്സ്, രണ്ടാമത്തെ മകളുടെ പേര് ആൻ മരിയ 16 വയസ്സ്. ഓഗസ്റ്റ് 3, 2020 ആ ദിവസം രാവിലെ 16 വയസ്സുകാരിയായിട്ടുള്ള ആൻ മരിയ തൻ്റെ അച്ഛൻ ബെന്നിയോട് പറയാണ്, അച്ഛൻ എനിക്ക് ശാരീരികമായിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്, വയറ് വേദനിക്കുന്നു, ഛർദ്ദിക്കാനായിട്ട് വരുന്നു, ഇനി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. എന്നാൽ നീ റെഡിയാവും, നമുക്ക് ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ബെന്നി തൻ്റെ മകളെയും കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആൻമരിയെ പരിശോധിച്ചതിൽ നിന്നും ആ ഡോക്ടർ പറഞ്ഞത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ ആൻമരിയുടെ ശരീരത്ത് കാണിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ആൻമരിയുടെ കരളിന് എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആൻമരിയെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അവിടെയുള്ള ഡോക്ടറും ആൻമരിയെ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് എന്നാണ്. മഞ്ഞപ്പിത്തമാണെങ്കിൽ എന്തായാലും ആയുർവേദ ചികിത്സ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ കുടുംബം നേരെ ആൻമരിയെ കൊണ്ടുപോകുന്നത് കണ്ണൂരിലുള്ള ഒരു ബന്ധു വീട്ടിലേക്കാണ്. ആ ഒരു വീട്ടിൽ താമസിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്നാണ് ആ കുടുംബം വിചാരിക്കുന്നത്. പക്ഷേ ഓഗസ്റ്റ് 5-ാം തീയതിയോടുകൂടി ആൻമരിയുടെ ശരീരത്തിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് മാറുന്നു. ആ പെൺകുട്ടിയുടെ അധികമായിട്ടുള്ള അവശനിലയെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആൻമരിയ മരണപ്പെട്ടു. ആ പെൺകുട്ടി മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിതാവായിട്ടുള്ള ബെന്നിക്കും ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കാനായി തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കാരും വീട്ടുകാരും ചേർന്ന് ബെന്നിയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ചെക്കപ്പുകളെല്ലാം നടത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞത് ബെന്നിയുടെ ലിവറിന്റെ 80% ഡാമേജ് ആയി എന്നാണ്. ഒരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടുമെന്ന്. യഥാർത്ഥത്തിൽ ബെന്നിക്കും മകളായിട്ടുള്ള ആൻമരിക്കും എന്താണ് സംഭവിച്ചത്? കാസർഗോഡ് നടന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണുലോകം. ബെന്നിയുടെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകൾ ആൻമരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് മരണകാരണം മഞ്ഞപ്പിത്തമല്ല എന്നാണ്. നേരെ മറിച്ച് എലി വിഷം ആ കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ കടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്നും ബെന്നിയുടെ ശരീരത്തിനുള്ളിലും എലിവിഷം ചെന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർക്കും മനസ്സിലാക്കാനായി കഴിഞ്ഞത്. ഇത്തരത്തിൽ അസ്വാഭാവികത കാണപ്പെട്ടത് കൊണ്ട് തന്നെ ഹെൽത്ത് ജീവനക്കാർ ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ്. സംഭവം അറിഞ്ഞ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. 4 പേരടങ്ങുന്ന വീട്ടിൽ 2 പേർക്ക് മാത്രം ശാരീരിക അസ്വസ്ഥതകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ ബാക്കിയുള്ള 2 പേരെ സംശയിക്കും. അതൊരു കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ 4 പേരും ആ വീട്ടിൽ തന്നെയുണ്ട്, മറ്റെവിടേക്കും അവർ പോയിട്ടില്ല. എന്തായാലും പോലീസുകാർ ബെന്നിയുടെ ഭാര്യയെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. സോ അവർ മറുപടിയായിട്ട് പറഞ്ഞത്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള ചില പ്രയാസങ്ങളുണ്ട്, അതല്ലാതെ വളരെ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല എന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രയാസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പോലീസുകാർ അവരെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ചില ചെക്കപ്പുകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തു. ഈ ചെക്കപ്പുകളുടെ റിസൾട്ട് വന്നപ്പോൾ ആ ഒരു റിസൾട്ട് വായിച്ചുകൊണ്ട് ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് ഇവരുടെ ശരീരത്തിനുള്ളിലും വളരെ ചെറിയ രീതിയിൽ എലിവിഷത്തിൻ്റെ അംശമുണ്ട് എന്നാണ്. ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അത്രയും കണ്ടന്റ് അവരുടെ ശരീരത്തിനകത്ത് എത്തിപ്പെട്ടിട്ടില്ല. അടുത്തതായി പോലീസുകാർ ചോദ്യം ചെയ്തത് ബെന്നിയുടെ മകനായിട്ടുള്ള 22 വയസ്സുകാരൻ ആൽബിനെയാണ്. നിനക്കെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എനിക്കും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ്. സോ അവനെയും പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിനെല്ലാം തന്നെ വിധേയമാക്കി. സോ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ ശരീരത്തിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ്. ആൽബിൻ്റെ ശരീരത്തിൽ എലിവിഷത്തിൻ്റെ കണ്ടന്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പോലീസുകാർ ഏറെക്കുറെ ഉറപ്പിച്ചു ഇവൻ തന്നെയായിരിക്കും ഇതിനെല്ലാം പുറകിലെന്ന്. പക്ഷെ അത് വെളിയിൽ അറിയിക്കാതെ പോലീസുകാർ അമ്മയെയും മകനെയും മുൻനിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, എന്തെല്ലാമാണ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കഴിച്ചു വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ അമ്മ എടുത്തു പറഞ്ഞത് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഐസ്ക്രീം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആ അമ്മ എടുത്ത് പോലീസിനോട് പറഞ്ഞത്. പോലീസ് ചോദിച്ചു ആരാണത് ഉണ്ടാക്കിയത്, ആരാണത് കൂടുതൽ കഴിച്ചത് എന്ന്. ഇത് കേട്ടപാടെ ആൽബിൻ പോലീസിനോട് മറുപടിയായിട്ട് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ആൽബിൻ പോലീസിനോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞു എങ്കിലും ആൽബിൻ്റെ അമ്മ അവിടെ വെച്ച് തന്നെ അത് തിരുത്തി പറഞ്ഞു. അവർ പോലീസിനോട് തിരുത്തി പറഞ്ഞ ആ ഒരു കാര്യം, ആൽബിൻ ഈ ഐസ്ക്രീം കഴിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ 3 പേരും മാത്രമാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഇതിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ബാക്കിയുള്ള ആ 2 പേരും ബെന്നിയും മകളും ധാരാളം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവർ പോലീസിനോട് പറഞ്ഞു. ആൽബിൻ പറഞ്ഞ മറുപടിയിലെ ആ ഒരു വൈരുദ്ധ്യം
വൈരുദ്ധ്യം മനസ്സിലാക്കിയ പോലീസ് ആൽബിനെ ഒന്ന് മാറ്റി നിർത്തി ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ആൽബിൻ്റെ കയ്യിലുള്ള ആ ഒരു സ്മാർട്ട് ഫോൺ പിടിച്ച് മേടിച്ചിട്ട് അത് സൈബർ സെല്ലിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആൽബിൻ എന്തെല്ലാമാണ് സെർച്ച് ചെയ്യുന്നത്, ആൽബിൻ്റെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ സൈബർ സെല്ലിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യവും ആൽബിൻ പോലീസുകാരോട് സമ്മതിച്ചു. ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. എന്തിനു വേണ്ടിയാണ് തൻ്റെ വീട്ടുകാരെ എല്ലാം ഇല്ലാതാക്കാൻ നോക്കിയത് എന്ന് ആൽബിൻ പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം കേട്ടപ്പോൾ പോലീസുകാർ എല്ലാവരും ഷോക്കായിപ്പോയി. കാരണം പോലീസുകാരിൽ നിന്നല്ല, ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. പോലീസുകാർ ആൽബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും അവൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ആൽബിന്റെ അച്ഛനായിട്ടുള്ള ബെന്നിക്ക് 5 ഏക്കർ കൃഷിയിടവും പിന്നെ ഒരു പന്നി ഫാമുമാണുള്ളത്. ബെന്നി തൻ്റെ 2 മക്കളെയും ഒരേപോലെയാണ് നോക്കിക്കണ്ടത്. എങ്കിലും മൂത്തതൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവനൊരു സ്മാർട്ട് ഫോൺ ആ അച്ഛൻ മേടിച്ചു കൊടുക്കുകയാണ്. നല്ല വിലപിടിപ്പുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു സ്മാർട്ട് ഫോൺ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ബെന്നി ആൽബിന് ആ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തത്. എങ്കിലും ആൽബിൻ ആ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചത് നല്ല കാര്യങ്ങൾക്കായിരുന്നില്ല. വളരെ വൃത്തികെട്ട വീഡിയോസ് കാണാനും അതല്ലാതെ പല സ്ത്രീകളുമായിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ആൽബിൻ ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടുകാരോടും നാട്ടുകാരോടും അധികമൊന്നും തുറന്ന് സംസാരിക്കാത്ത ആൽബിൻ ആ ഒരു സ്മാർട്ട് ഫോൺ വഴി നിറയെ സ്ത്രീകളോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. ഈ സ്ത്രീകളുമായിട്ടെല്ലാം തന്നെ വഴിവിട്ടൊരു ബന്ധം ഈ ആൽബിൻ സ്ഥാപിച്ചെടുക്കുകയാണ്. ആൽബിൻ ITI കംപ്ലീറ്റ് ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിലും ആൽബിന് ജോലിക്ക് പോകാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ധാരാളം പണം വേണം, അതുകൂടാതെ ഈ പറയുന്ന സ്ത്രീകളുമായിട്ടെല്ലാം തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇതാണ് അവൻ്റെ ആഗ്രഹം. പല സ്ത്രീകളുമായിട്ട് മോശമായിട്ടുള്ള ബന്ധം അവൻ ഉണ്ടായിരുന്നു എങ്കിലും കോഴിക്കോടുകാരിയായിട്ടുള്ള ഒരു പ്രണയവും അവനുണ്ടായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് സ്മാർട്ട് ഫോണിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടുകാർ പറയുന്നത്, എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ, പഠിത്തമെല്ലാം കഴിഞ്ഞില്ലേ, ഇനി ജോലിക്ക് നോക്കണ്ടേ എന്ന്. വീട്ടുകാർ പറഞ്ഞ ഈ ഒരു കാര്യം ആൽബിൻ കാര്യമാക്കി എടുത്തില്ല എങ്കിലും പിന്നീട് അങ്ങോട്ട് അവനതൊരു ശല്യമായിട്ട് മാറി. തൽക്കാലം വീട്ടുകാരുടെ വായടപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ആൽബിൻ ഒരു ദിവസം വീട്ടുകാരോട് പറയുകയാണ്, എനിക്ക് തമിഴ്നാട്ടിലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തിട്ട് ആൽബിൻ നേരെ പോയത് കോട്ടയത്തേക്കാണ്. അങ്ങനെ കോട്ടയത്തെത്തിയ ആൽബിൻ അവിടെ ഒരു ഹോട്ടലിൽ കുറച്ച് ദിവസം ജോലി ചെയ്തിട്ട് പിടിച്ചു നിന്നു. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ കൊറോണ വ്യാപിക്കുന്നത്. സോ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് തന്നെ ആൽബിൻ തിരികെ കാസർഗോഡുള്ള വീട്ടിലെത്തി. ചില കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച ശേഷമാണ് ആൽബിൻ തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, വീട്ടിലെത്തിയ ശേഷം എല്ലാവരെയും ഇല്ലാതാക്കുക, എല്ലാവരെയും കൊലപ്പെടുത്തുക. അതിനുശേഷം ഈ പറയുന്ന 5 ഏക്കർ സ്ഥലവും സ്വത്തും എല്ലാം തന്നെ സ്വന്തം കയ്യിലേക്ക് വരുത്തിക്കുക. എന്നിട്ട് അത് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് തൻ്റെ കാമുകയും കൂട്ടിയിട്ട് പണിയൊന്നും എടുക്കാതെ സുഖമായിട്ട് ജീവിക്കാമെന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആൽബിൻ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. തുടർന്ന് വീട്ടിലെത്തിയ ആൽബിൻ തൻ്റെ ഫോണിൽ തന്നെ സെർച്ച് ചെയ്യുന്നു, എങ്ങനെയാണ് കുറച്ച് മനുഷ്യരെ കൊലപ്പെടുത്തുക എന്ന്. ഇങ്ങനെ സെർച്ച് ചെയ്തതിൽ നിന്നും അവൻ കണ്ടെത്തിയ വഴി, എലിവിഷം ഉപയോഗിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റാരും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല എന്നാണ്. അതുമാത്രമല്ലാതെ എലിവിഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണത് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുക, എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കും, എത്രമാത്രം ആളുകൾക്കത് കണ്ടുപിടിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ, അച്ഛൻ മകന് മേടിച്ചു കൊടുത്ത ആ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ അവൻ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ആൽബിൻ തീരുമാനിച്ചു, എലിവിഷം ഉപയോഗിച്ച് തന്നെ വീട്ടുകാരെ ഇല്ലാതാക്കാമെന്ന്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൽബിൻ ആദ്യം ചെയ്തത് വീട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കുറച്ച് എലിവിഷം വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് മാത്രം. ആ ഒരു എലിവിഷം നല്ല രീതിയിൽ പൊടിച്ചിട്ട് വീട്ടിൽ വെച്ചിരുന്ന ചിക്കൻ കറിയിലേക്ക് മറ്റാരും അറിയാതെ ആൽബിൻ മിക്സ് ചെയ്യുകയാണ്. എലിവിഷത്തിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് അവൻ ആ കറിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. ഇതിൽ നിരാശനായ ആൽബിൻ എങ്ങനെയെങ്കിലും കൂടുതൽ എലിവിഷം കരുതണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ആൽബിൻ്റെ അനുജത്തി ആൻമരിയ ആൽബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു കാര്യം പറയുന്നത്. നിന്റെ ഫോൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിനക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് വളരെ മോശമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു കാര്യം ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുമെന്നാണ് ആൻമരിയ ആൽബിനോട് പറഞ്ഞത്. ഇത് കേട്ട് ഷോക്കായി പോയ ആൽബിൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും ആൻമരിയോട് പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം ആൻമരിയെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന്. അങ്ങനെ ജൂലൈ 29, 2020 വെള്ളരിക്കുണ്ടിലുള്ള ഒരു കടയിലേക്ക് പോയിട്ട് ആൽബിൻ എലിവിഷം മേടിക്കുന്നു. വീട്ടിലെ കൃഷിയിടത്തേക്ക് വരുന്ന എലിയെ നശിപ്പിക്കാൻ എന്ന വ്യാജേന എലിവിഷം മേടിച്ചത് കൊണ്ട് തന്നെ മറ്റാർക്കും യാതൊരു സംശയവും തോന്നിയില്ല. വീട്ടിലെ മറ്റാരും അറിയാതെ എലിവിഷം മേടിച്ച് ഒളിപ്പിച്ചു വെച്ച ശേഷം ജൂലൈ 30 ആൽബിൻ വീണ്ടും വെള്ളരിക്കുണ്ടിലെ മറ്റൊരു കടയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ആ ഒരു കൂട്ട് പർച്ചേസ് ചെയ്യുകയാണ്. തൻ്റെ അനുജത്തിക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫ്ലേവർ തന്നെ അവൻ
മേടിച്ചു. ശേഷം വീട്ടിലെത്തിയ ആൽബിൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഐസ്ക്രീം ഉണ്ടാക്കിയത്. ഒരു പാത്രത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കിയ ശേഷം അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ കൂടെ ഇവൻ ഐസ്ക്രീം ഉണ്ടാക്കുകയാണ്. ആ ഒരു ഐസ്ക്രീമിൽ അവൻ ഈ പറയുന്ന എലി വിഷവും മിക്സ് ചെയ്യുന്നു. വിഷം കലർത്തിയ ആ ഒരു ഐസ്ക്രീം നല്ല രീതിയിൽ തണുപ്പിച്ച ശേഷം അച്ഛനും അനുജത്തിക്കും അമ്മയ്ക്കും കൊണ്ടു കൊടുത്തു. അവൻ ഐസ്ക്രീം കിട്ടിയപ്പോൾ അച്ഛനും അനുജത്തിയും മറ്റൊന്നും ആലോചിക്കാതെ അത് കഴിച്ചു. എന്നാൽ അമ്മ പ്രമേഹ രോഗി ആയതുകൊണ്ട് തന്നെ അമ്മ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ട എന്ന്. പക്ഷേ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വളരെ കുറച്ച് മാത്രം ആ അമ്മ കഴിച്ചു. നീ കഴിക്കുന്നില്ലേ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന മറുപടിയും അവൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അച്ഛനും അനുജത്തിയും ആസ്വദിച്ച് കഴിക്കുന്നത് അവൻ നോക്കി നിന്നു. ഇങ്ങനെ ആൽബിൻ നോക്കി നിൽക്കുന്ന സമയത്താണ് ആൽബിൻ്റെ അമ്മ പറയുന്നത് വീട്ടിലെ പട്ടിക്ക് കൂടെ കുറച്ച് കൊടുക്കാമെന്ന്. എന്തെല്ലാമോ പറഞ്ഞിട്ട് അവനത് ഒഴിവാക്കുകയും ചെയ്തു. ശേഷം ഓഗസ്റ്റ് 1-ാം തീയതിയും വീട്ടിലെ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ഐസ്ക്രീമിൽ വീണ്ടും അവൻ എലിവിഷം കലർത്തുകയാണ്. അതിനുശേഷം വീണ്ടും അച്ഛനും അനുജത്തിക്കും കൊണ്ടുചെന്ന് കൊടുത്തു. അമ്മയോട് വീണ്ടും കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എങ്കിലും ആ അമ്മ അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ആ അമ്മ ഒഴിഞ്ഞു മാറി. ആൽബിൻ മരണത്തെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാതെ ആ അച്ഛനും അനുജത്തിയും അത് ആസ്വദിച്ച് വീണ്ടും വീണ്ടും കഴിച്ചു. ഓഗസ്റ്റ് 2-ാം തീയതിയായ സമയത്ത് അച്ഛനും അനുജത്തിക്കും അമ്മയ്ക്കും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആൽബിൻ മാറി നിന്നുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ദിവസം അവർ കാര്യമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചില്ല. പക്ഷേ 3-ാം തീയതി അനുജത്തിയായിട്ടുള്ള ആൻമരിയ പറഞ്ഞു എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു, ഛർദ്ദിക്കാനായി തോന്നുന്നു, എനിക്ക് തല കറങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബെന്നിയോട് ആ മകൾ പറഞ്ഞു. ഉടൻ തന്നെ ബെന്നി തൻ്റെ മകളെയും കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് പോവുകയും ചെയ്തു. ശേഷം നടന്ന കാര്യങ്ങളാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്. ആ ക്ലിനിക്കിലെ ഡോക്ടർ പറഞ്ഞു മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്ന്. അവസാനം അവർ വിചാരിച്ചു മഞ്ഞപ്പിത്തമാണെങ്കിൽ ആയുർവേദമാണ് നല്ലത്, അതുകൊണ്ട് ആയുർവേദ ഡോക്ടറെ കാണിക്കാമെന്ന്. അങ്ങനെ നേരെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് 5-ാം തീയതിയോടുകൂടി ആൻമരിയുടെ ശാരീരികാവസ്ഥ വളരെ മോശമാവുന്നത്. ആ ദിവസം ആൻമരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി മരണപ്പെട്ടു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ബെന്നി ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കാനായി തുടങ്ങിയെങ്കിലും കൃത്യമായിട്ടുള്ള ഹെൽത്ത് ജീവനക്കാർ ഇടപെട്ടത് കൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുകയും അങ്ങനെ ബെന്നി ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. പോലീസുകാർ ആൽബിനിലേക്ക് തിരിയുന്നതിന് മുമ്പ് ആൽബിൻ്റെ അനുജത്തിയായിട്ടുള്ള ആൻമരിയയുടെ ആ ഒരു ശവസംസ്കാര ചടങ്ങിനിടയിൽ എടുത്ത ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്വന്തം പെങ്ങളിനെ കൊന്നിട്ട് അവൻ അടുത്ത് നിന്നുകൊണ്ട് വളരെ വല്ലാത്തൊരു വിഷമം അഭിനയിച്ച് കാണിക്കുകയാണ്. സത്യത്തിൽ അവൻ എന്തൊക്കെ വിഷമം അഭിനയിച്ച് കാണിച്ചു എങ്കിലും അവിടെയുള്ള പല ആളുകൾക്കും ആൽബിൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ വല്ലാത്തൊരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു. അവൻ പൊട്ടിക്കരയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ നിശബ്ദമായിട്ട് നോക്കി നിൽക്കുക മാത്രമാണ് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നത്, ഇവൻ്റെ പെങ്ങളല്ലേ ഈ മരിച്ചിരിക്കുന്നത്, ഇവന് യാതൊരു വികാരവും ഇല്ലേ എന്ന് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു മൊഴി പോലീസിനോട് അവർ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുക്കപ്പെട്ട ആൽബിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ടിൽ പറയുന്നത് ആൽബിൻ ഒരു പോൺ അഡിക്റ്റ് ആണെന്നാണ്. ദിവസവും ഒരുപാട് തവണ ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് കണ്ടുകൊണ്ടേയിരിക്കുമെന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അത് മാത്രമല്ലാതെ നിരവധി സ്ത്രീകളുമായിട്ട് ആൽബിന് വളരെ വളരെ മോശമായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോഴിക്കോട് തന്നെയുള്ള ഒരു പ്രണയിനിയുമുണ്ട്, കോഴിക്കോട് താമസിക്കുന്ന. ഈ പ്രണയിനിയുമായിട്ട് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാ കൃത്യവും അവൻ ചെയ്തു കൂട്ടിയത്. എലിവിഷത്തെക്കുറിച്ച് ആൽബിൻ സെർച്ച് ചെയ്ത കാര്യങ്ങളും അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന സൈബർ സെല്ലുകാർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസിന്. ആൽബിൻ നടത്തിയ ഈ ക്രൂരതയുമായി ബന്ധപ്പെട്ട് ആൽബിൻ്റെ കാമുകിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അങ്ങനെ യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത്. സാഹചര്യ തെളിവുകളുടെയും ലഭിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആൽബിൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. സത്യത്തിൽ ആൽബിനെ എന്ത് പേരിട്ടാണ് വിളിക്കുക? എന്തൊരു ക്രൂരതയാണത്! ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ അവൻ്റെ ആ ഒരു പണിയെടുക്കാനുള്ള മടി കൊണ്ടും സുഖമായിട്ട് ജീവിക്കണം, കാമുകിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു കാരണം കൊണ്ടും വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും, ജനിപ്പിച്ച അച്ഛനെയും അമ്മയെയും കൂടപ്പറപ്പായിട്ടുള്ള പെങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് തീരുമാനിക്കുക.